I'm going home after 2 years. So excited and happy. Yes. Sunset. Welcome to my channel. So, I am so excited and happy because I'm going home after 2 years. Almost 2.5 hours ആയി നാട്ടിൽ പോയിട്ട് ഈ 2 വെട്ടി മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. ടെസ വയ്യാണ്ടായിട്ട് എനിക്ക് പാക്ക് ചെയ്യാൻ എനിക്ക് പനിയാണ് 4 ദിവസമായി. ഇതൊക്കെ ആരാ പാക്ക് ചെയ്തത്? ടെസമോൾ. ഞാൻ പാക്ക് ചെയ്യുമ്പോൾ താങ്കൾ എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ ഡാൻസ് കളിക്കുകയായിരുന്നു. സിംപ്ലിസിറ്റിങ്. ഹൗ ഇസ് മൈ ന്യൂ ഫ്രെയിം? വെരി അഗ്ലി. വെരി അഗ്ലി. ഒരു 11:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. നല്ല തണുപ്പാട്ടോ, -1. എനിക്ക് ആകെ പേടിയുള്ളത് വെയിറ്റ് ലഗേജ് കുറച്ച് കൂടുതലാണ്. കുറച്ച് കൂടുതൽ മീൻസ് ലൈക്ക് 1-2 കിലോസ് മാത്രമേ കൂടുതലുള്ളൂ. അപ്പോൾ വലിയ സീൻ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വർഷമല്ലേ കാണുള്ളൂ. അടുത്ത വർഷം 2 ദിവസം കഴിഞ്ഞ് അടുത്ത വർഷം. എന്നാലും അത് അടുത്ത വർഷമല്ലേ. ശരിയാ. പക്ഷെ കഴിക്കുന്നുണ്ടല്ലോ. കഴിക്കാതിരിക്കുന്ന ഡോർഫിന്ന് ഐസ് കയറി കേട്ടോ. ലൈക്ക് ഇനിയൊരു 1.5 hours ഫ്രാങ്ക്ഫൂട്ട് എത്തും. എനിക്കവിടെ ലൈക്ക് ഒരു 5 hours എക്സ്ട്രാ ഉണ്ട്. കാരണം വൈകിട്ട് നൈറ്റ് 9 somethingനാണ് ഫ്ലൈറ്റ്. അപ്പോൾ ലോട്ട് ഓഫ് ടൈം. ദാറ്റ്സ് ഇറ്റ്. ഫ്രാങ്ക്ഫൂട്ട് എത്തി കഴിഞ്ഞിട്ട് ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം. ബിക്കോസ് എനിക്ക് നല്ല സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുക. കാരണം ബാഗേജിൻ്റെ കാര്യം ഒരു ലൈക്ക് 2-3 kilos കൂടുതലാണ്. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കും. ഞാൻ ഇത്രയ്ക്കും വെയിറ്റ് ഉണ്ടാവും വിചാരിച്ചില്ല. ബട്ട് വാട്ട് എവർ, ലെറ്റ്സ് ഹോപ്പ് ഇറ്റ്സ് ഓക്കെ. ഫ്രാങ്ക്ഫൂട്ട്, അബുദാബി, കൊച്ചി ഇങ്ങനെയാണ് എൻ്റെ ഡെസ്റ്റിനേഷൻസിനടുത്ത് വരുന്നത്. നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു. അതുപോലെ തന്നെ ഡിന്നറും വന്നു. ഡിന്നർ ലൈക്ക് ടിപ്പിക്കൽ ജർമ്മൻ ആയിരുന്നു. ആൻഡ് വാട്ട് എവർ ദിസ് പാഷൻ ഫ്രൂട്ട് ചീസ് കേക്ക് ആണ് എനിക്ക് കിട്ടിയതിൽ ദ ബെസ്റ്റ് എന്ന് പറയാൻ. ആൻഡ് പിന്നെ നമ്മുടെ ഇത്തിഹാദ് എവേഴ്സിൻ്റെ ചെറിയൊരു കോംപ്ലിമെൻ്ററി, അതിൽ ഒരു ഹാൻഡ് ക്രീം, പിന്നെ ഐ മാസ്ക്, പിന്നെ സംതിങ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നല്ലോണം കിടന്നുറങ്ങി. ഞാൻ പറഞ്ഞല്ലോ നല്ല ടയേർഡായിരുന്നു. രാവിലെ തൊട്ട് എഴുന്നേറ്റിരിക്കുവാണ് ഈ ഒരു ട്രാവലിൻ്റെ പേരും പറഞ്ഞ്. ആൻഡ് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും അബുദാബി എത്തി. അബുദാബിയിൽ വെറും 3 hours ലേ ഓവർ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ സെക്യൂരിറ്റി ചെക്ക് എന്നൊക്കെ പറഞ്ഞ് വേഗം പോയി. അങ്ങനെ വേഗം തന്നെ ലൈക്ക് കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റും കയറി. കൊച്ചി എത്തപ്പോഴാണ് നമുക്കൊരു ഹോംലി വൈബൊക്കെ വന്നു തുടങ്ങി. നമുക്ക് നമ്മുടെ നാടൻ കറികളും സംഭവങ്ങളൊക്കെ വന്നു. ഐ വാസ് സോ ഹാപ്പി അതെന്നെ കണ്ടപ്പോൾ. അപ്പോഴാണ് എനിക്ക് ആ സംഭവം ഹിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ഞാൻ ദേ നാട്ടിലേക്ക് പോവാണ്, ദേ നാട്ടിലേക്ക് എത്തി, ലാൻഡ് ചെയ്തു. ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാം, ദിസ് ഇസ് ലൈക്ക് ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. ആൻഡ് ഈ ഒരു കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ എഴുതി കാണിക്കുമ്പോൾ ലൈക്ക് കിട്ടുന്ന ഒരു ഫീൽ അത് വേറെ തന്നെയാണ്. ആൻഡ് ഇവർ രണ്ടുപേരും ആണ് ജെഫിൻ ആൻഡ് മിഷേൽ എൻ്റെ ഫ്ലൈറ്റ് പാർട്ട്നേഴ്സ്. കൊച്ചി വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ. കയ്യിൽ ഫുള്ളും എൻ്റെ ലഗേജും സാധനങ്ങളും ആയതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം എനിക്കപ്പോൾ ഉണ്ടായിരുന്നില്ല. ബട്ട് പുറത്ത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഷോട്ടാണത്. ബട്ട് നല്ല രീതിക്ക് ചൂടുണ്ടായിരുന്നു. ആ വന്നിറങ്ങുമ്പോഴുള്ളൊരു ഹ്യൂമിഡിറ്റി. അപ്പോൾ ആ ഒരു ഫേസിൽ കൂടെയാണ് ഞാൻ ആദ്യം കടന്നു പോയത്. ആൻഡ് പിന്നെ ലൈക്ക് എല്ലാം നോർമലായി.
സത്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ ഞാൻ ഇവിടെ നാട്ടിൽ വരുന്ന കാര്യം അറിയുള്ളൂ. ബാക്കി ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം പിക്കപ്പ് ചെയ്യാൻ എന്തായാലും ആരെങ്കിലും വേണമല്ലോ. സോ ബാക്കി എല്ലാവരും ഞാൻ ഇനിയാണ് കാണാൻ പോകുന്നത്. വന്നിറങ്ങി ഞാൻ ആദ്യം കഴിച്ച സംഭവം കേട്ടോ ചക്ക. ബിക്കോസ് ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ചക്ക. അതെന്നെ കഴിച്ചപ്പോൾ ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്നുമില്ല. സൺസെറ്റ് താങ്ക് യു. വീട്ടിൽ വന്നുടനെ ഞാൻ പിന്നെ പോയി തറവാട്ടിക്കാണ്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ തറവാട്. അവിടെ അമ്മാമേനും ആൻറ്റീനും ഒക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിത് കാണുന്നത്. നീ